സുബർ സാറാണ്. നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഓണം എക്സാമിന് വന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ഇനിയും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചുകൊണ്ട് പോയി എക്സാമൊക്കെ എഴുതിയെങ്കിലും പല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾ വിട്ടായിരുന്നു, ചെയ്തിട്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുമില്ല. നിങ്ങൾ അറിയാവുന്ന പ്രോബ്ലങ്ങളെ ചെയ്തുകൊണ്ട് വന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രാറ്റജിയാണ് നിങ്ങളിപ്പോൾ സ്വീകരിച്ച് ചെയ്യുന്നത്. പക്ഷെ നല്ല മാർക്ക് വാങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നത് ശ്രദ്ധിച്ചോണം. നല്ല ടഫായിട്ടുള്ള പ്രയോജനമുള്ളത് ഈ പ്രയോജനം ഹയർ സ്റ്റഡീസിന് പ്രയോജനമുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ അവർ തിരഞ്ഞു പിടിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഇടുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാമിന് പല സ്കൂളുകളിലും പല ക്വസ്റ്റ്യൻസുകളായിരുന്നു. അതുകൊണ്ട് ഓരോ ടീച്ചറിൻ്റെയും മുന്നിൽ വന്ന ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. മീൻസ് പബ്ലിക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അവനെയാണ് നിങ്ങളോട് എത്തിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട്. ഓക്കെ, നിങ്ങളത് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരാളോടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ അനുഗ്രഹം കൂടെ കാണും. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പുതുതായിട്ടുള്ളത് നമ്മളെപ്പോഴും കാണുന്നത് ഇങ്ങനെ നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ട് പഠിച്ച് രസിച്ച് പോവുകയാണ്. എക്സാമിന് എത്തുമ്പോൾ അതേപോലെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്യുന്നു. ടഫായിട്ടുള്ള ക്വസ്റ്റ്യന് അപ്പോഴേ നിങ്ങൾ നോക്കാതെ അടുത്തതിലോട്ടങ്ങ് പോവുകയാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാത്സിനെ സിമ്പിളാക്കി ഏറ്റവും നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് ട്രിക്സുകളും ഷോർട്ട് കട്ട്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് കിട്ടും. നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലേറ്റ് കിട്ടും, ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും, എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് കയറാം. y = cos x - sin x / cos x + sin x = y ഇതാണ്. ദെൻ dy/dx എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് dy/dx -x² π/4 - x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ അവർ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്? നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. cos x - sin x / cos x + sin x നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഡെറിവേറ്റീവ് എടുക്കുന്ന മെത്തേഡ് പക്ഷേ കണ്ടിട്ടുണ്ടാവത്തില്ല. ഇത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അവർക്ക് ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ടതാണെന്ന് ഉറപ്പാണ്. ഇനി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. cos - sin / cos + sin. ശരിയല്ലേ? cos - sin / cos + sin. ഇങ്ങനൊരു എക്സ്പ്രഷൻ കണ്ടാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് y = ശ്രദ്ധിച്ചിരുന്നോണേ tan ഓഫ്. ഇതൊരു ടാനിൻ്റെ എക്സ്പ്രഷനോട് മാറുന്നതാണ്. ടാൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത് π/4 - x. ഇത്രയിന് പകരം എഴുതുന്ന വാല്യൂ ആണിത്. ഓക്കെ, cos - sin / cos + sin ക്യാൻ ബി റിട്ടൺ ആസ് tan ഓഫ് π/4 - x. അപ്പോൾ നിങ്ങളായിരിക്കും -x എങ്ങനെ വന്നല്ലേ? ഇവിടെ മണ്ടയ്ക്ക് മൈനസ് ആണ്, താഴെ എന്താണ് പ്ലസ്. അങ്ങനെ വരുമ്പോൾ ഈ മണ്ടയ്ക്കത്തെ സൈനാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ച് ഇതിപ്പോൾ പ്ലസും ഇത് മൈനസും ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? പ്ലസ് വന്നേനെ. മനസ്സിലായല്ലോ? കൃത്യമായല്ലോ? അപ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്താണ് സൈൻ മാറുന്നത്? ന്യൂമറേറ്ററിലെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്ത് സൈൻ മാറും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ഇത് മൈനസും ഇവിടെ പ്ലസും. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? മൈനസ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ച് വെക്കണം. ഇനി ഇതല്ല, നമുക്കിതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് മെത്തേഡാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആരും കൊണ്ട് അവനെ കോസ് കൊണ്ട് എന്താ ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ cos/cos 1 ആവും, ഈ sin/cos tan ആവും. അങ്ങനെ നമ്മുടെ ആൻസർ ടാനിലോട്ടെത്തും. ടാനിലോട്ടെത്തിയെങ്കിൽ ഡെറിവേറ്റീവ് sec² പോകത്തുള്ളൂ. കൃത്യമായില്ലേ? ടാനിൻ്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? sec². ഇപ്പോൾ sec² വരണമെന്നുണ്ടെങ്കിൽ y ആരായിരിക്കണം? ടാൻ ആയിരിക്കണം. ടാനിൻ്റെ ഡെറിവേറ്റീവ് sec² ആണ്. അപ്പോൾ ഇവിടെ dy/dx sec² എത്തേണ്ടത്. അപ്പോൾ നമ്മുടെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരായിരിക്കണം? ടാനിലായിരിക്കണം. അപ്പോൾ ഇയാൾ ടാനിലോട്ട് പോകണം. ഓക്കെ, ഇനി ഇതിൻ്റെ വഴി നമ്മൾ പറയുകയാണ് ഡിവൈഡിങ് ബൈ ആരാമനെ? cos x. cos x കൊണ്ട് ഈ 4 പേരും ഡിവൈഡ് ചെയ്യുമ്പോൾ y = cos x/cos x 1. ശരിയല്ലേ? അടുത്ത sin x/cos x tan x ആയി മോനെ. ശരിയല്ലയോ? ബൈ ഈ cos x/cos x 1 ആയി മോനെ, പ്ലസ് sin x/cos x ആരായി? tan x ആയി. ഇപ്പോൾ താഴെയും മണ്ടയ്ക്കും എല്ലാം cos x ഡിവൈഡ് ചെയ്യുമ്പോൾ 1 - tan x/1 + tan x എന്നായി അല്ലേ? ഇപ്പോഴും നമുക്കിത് ടാൻ ഓഫിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പോടുകൂടി അത് എത്തും. ദാറ്റ് ഈസ് = ഈ 1ന് പകരം tan 45 എന്ന് കൊടുക്കുക. ശരിയല്ലേ? പിന്നെ വാട്ട് ഈസ് tan 45? 1. ഓക്കെ, tan 45 1 ആണ്. അപ്പോൾ ഞാൻ ഈ 1ൽ വരെ 45 എന്ന് ഉപയോഗിക്കുന്നില്ല, π/4. നമ്മളിപ്പം ഈ കാൽക്കുലസ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ 45 ഡിഗ്രി ഒന്നും ഉപയോഗിക്കില്ല, അതെല്ലാം റേഡിയനിലോട്ട് മാറ്റിക്കോണം. അപ്പോൾ ഈ ദിസ് 1 ക്യാൻ ബി tan π/4. tan π/4 ഈസ് 1. ഓക്കെ, മൈനസ് tan x അതേപോലെ എഴുതി. ഓക്കെ ആണല്ലോ? ബൈ
ഈ 1-ന് അപ്പോൾ നിങ്ങളായിരിക്കും അതിന് tan π/4 എഴുതരുത്, അങ്ങനെ തന്നെ ഇട്ടേക്കണം 1+. ഓക്കെ, ഇപ്പം ചിലർക്ക് മനസ്സിലായി, ഓ ഇത് നമ്മൾ ചെയ്ത പോലെയൊക്കെ ഉണ്ടല്ലോ, tan A - tan B / 1 + tan A tan B, അത് തന്നെ അവൻ തന്നെ. ഓക്കെ, അപ്പോൾ ഈ tan x-നെ ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഡിനോമിനേറ്റർ അതേപോലെ എഴുതി 1 + tan x. ചെറിയൊരു സ്പേസ് ഇട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടുണ്ട് അല്ലേ. അവിടെ ഞാൻ ഒരാളെ ഒന്ന് ചുമ്മാതെ എഴുതുകയാണ്, ഒരു കാര്യമില്ല മോനെ, ചുമ്മാതെ എഴുതുകയാണേ, പക്ഷേ പ്രയോജനമുണ്ട് കേട്ടോ. tan π/4 എന്ന് അവിടെ നിന്ന് എഴുതിയതുകൊണ്ട് തെറ്റുണ്ടോ മോനെ? tan π/4 എത്ര? 1 ആണ്. അപ്പോൾ 1 × tan x എന്നാവും. 1 × tan x തന്നെയാണ്, പക്ഷേ tan π/4 അവിടെ എഴുതുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ പ്രയോജനമുണ്ട്. എന്താണ് പ്രശ്നമില്ലാത്ത പ്രയോജനം? നോക്കിക്കേ, ഇപ്പം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ. tan A - tan B / 1 + tan A tan B. ക്ലിയർ അല്ലേ? tan A - tan B / 1 + tan A tan B. tan of A - B. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മോനെ? ദാറ്റ് ഈസ് ഈക്വൽ ടു tan of, ഇതാണ് A, ഇതാണ് നമ്മുടെ B ഉണ്ടോ. അപ്പോൾ tan A - tan B / 1 + tan A tan B. tan of A - B. A - B എന്ന് പറയുമ്പോൾ π/4 - x. ഇപ്പം കൃത്യമായില്ല അതെങ്ങനെ കിട്ടിയെന്ന് ഇത് എഴുതണം. 3 മാർക്ക് ആയതുകൊണ്ട് എഴുതണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആരായി മോനെ? y = tan of π/4 - x. കണ്ടോ, y = tan ആണെങ്കിൽ dy/dx ആരായിരിക്കും മോനെ? 6² of, ഇപ്പോൾ 6² of π/4 - x. ശരിയല്ലയോ? tan x sec² x, tan of π/4 - x sec² of π/4 - x. തീർന്നു? അയ്യോ ഇല്ല, -x ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എത്ര വരും? -1 അകത്തുള്ളതിൻ്റെ കേട്ടോ. ആ മൈനസ് ആ തുടക്കത്തിൽ വരുമ്പോൾ -sec² of π/4 - x തീർന്നു. ഓക്കെ, നല്ല അടിപൊളി ചോദ്യം. മനസ്സിലായെന്നൊക്കെ ഒന്നുകൂടെ നോക്കുക, ഒന്നുകൂടെ കൃത്യമായിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. മനസ്സിലായെങ്കിൽ ഒരു ഷെയറിംഗ് കൂടെ നടത്തി തരാം. ഓക്കെ, ലൈക്കൊക്കെ തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ തന്നേരം. ഫൈൻഡ് കെ ഇഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് x = 3. ഈ ഫംഗ്ഷൻ 3-ൽ കണ്ടിന്യൂസ് ആണെന്ന്. ഓക്കെ, അതിനെന്നെ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം കെ കണ്ടുപിടിക്കണം. നമ്മൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ കാണാറുള്ള, നമ്മൾ കുട്ടി ക്വസ്റ്റ്യൻ ചെയ്തിങ്ങനെ പഠിച്ചുകൊണ്ട് പോയേക്കുക. നല്ല കുഞ്ഞ് ക്വസ്റ്റ്യൻ, kx², 2k, 2kx ഇങ്ങനെയൊക്കെയുള്ളൂ. അതൊക്കെ തന്നാൽ ഭയങ്കര സന്തോഷത്തോടെ എനിക്കറിയാം. നമ്മൾ അവന് മാത്രമല്ല, അതൊക്കെ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻസുകൾ മാത്രം, സ്റ്റാർട്ടേഴ്സ്. ഓക്കെ, നമുക്ക് ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനി പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ തന്നെ അടുത്ത നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോഴും ആവശ്യം. അതുകൊണ്ട് ഉറപ്പായിട്ടും കുട്ടി ക്വസ്റ്റ്യൻസുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യല്ലേ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കും, ഡയറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കും, ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ കിട്ടുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നോക്കിയൊക്കെയാണേ ലിമിറ്റ്. അപ്പോൾ നമുക്ക് x → 3 f of x, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 3 f of x എന്ന് പറഞ്ഞാൽ x + 3² - 36 ഡിവൈഡഡ് ബൈ x - 3. ഇവിടെ ഇപ്പോൾ എക്സിന് അങ്ങോട്ട് 3 കൊടുത്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ മോനെ ഈ x 3 ആവും, ഈ 3യോടെ ചേർന്ന് 6 ആവും. 6ൻ്റെ സ്ക്വയർ 36, 36 - 36 0. അപ്പോൾ ന്യൂമറേറ്റർ 0. ഇവിടെ എക്സിന് 3 ഇടുമ്പോൾ 0. 0/0 ആയി, പണി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. ഇതിനെയൊക്കെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യില്ലയോ? ഇതൊക്കെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. പറ്റും മോനെ. 36നെ നിങ്ങൾക്ക് ആരുടെ സ്ക്വയർ ആക്കാം മോനെ? 6². then that can be written as a² - b², a + b × a - b എന്നുള്ള ഫോർമാറ്റ് ആവും. ദാറ്റ് ഇസ് ഓൾ. അപ്പം x + 3² - 6², ദാറ്റ് ഈസ് a² - b², a + b × a - b അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കിക്കുക? 2 ബ്രാക്കറ്റ് കേട്ടോ, a + b യും a - b ആണേ. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ഇവിടെ x + 3 കേട്ടോ, b എന്ന് പറഞ്ഞാൽ 6 ആണ് കേട്ടോ, a² - b². a എന്ന് പറഞ്ഞാൽ x + 3, b എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ a + b എന്ന് പറയുമ്പോൾ x + 3 + 6ഉം അടുത്ത് x + 3 - 6ഉം ബൈ x - 3 ഒന്നും ചെയ്യേണ്ടവനെ അതേപോലെ. അപ്പോൾ ഇവിടെ നോക്കിക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ലിമിറ്റ് x → 3. ഈ x + 3 + 6 എന്ന് പറഞ്ഞാൽ x + 9 ആവും. x + 3 - 6, 3 - 6 -3 ആവും. എക്സോട് ചേരുമ്പോൾ x - 3 ഡിവൈഡഡ് ബൈ x - 3 വെട്ടിപ്പോയി മോനെ. വെട്ടിപ്പോയപ്പോൾ x + 9 എന്ന് മാത്രമായി. x + 9 എന്തായിരിക്കും സംഭവിക്കുന്നത്? x + 9. എക്സിനും കൊണ്ട് 3 എന്ന് കൊടുക്കുന്നതിന് ഇനിയും പ്രശ്നമുണ്ടോ മോനെ? എക്സിന് 3 ധൈര്യമായിട്ട് കൊടുക്കാം. ഡിനോമിനേറ്റർ ക്യാൻസൽ ആയ ശേഷം ഇനിയും പ്രശ്നമില്ല, കാരണം ഇനി ഡിനോമിനേറ്റർ 0 ആവില്ല. എക്സിൻ്റെ പ്ലേസിൽ 3 എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ 3 + 9 12. ഓക്കെ, അപ്പോൾ നമ്മുടെ 12 എന്നാണ് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ. ഓക്കെ, ലിമിറ്റ് വാല്യൂ നമുക്ക് കിട്ടിയ പോലെ 12. ഇനി എന്താണ് ഡയറക്റ്റ് വാല്യൂ? ഗിവൺ എന്നങ്ങോട്ട് പറയാം. ഗിവൺ ഡയറക്റ്റ് വാല്യൂ f of 3 ഉണ്ട്. x = 3, എക്സിൻ്റെ പ്ലേസ് 3 ആയാൽ ഈക്വൽ എത്ര മോനെ? k. ഓക്കെ,
അപ്പോൾ എഫ് ഓഫ് 3 എത്രയാണ് കെ. ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ കിട്ടി, ഈ ഫംഗ്ഷൻ്റെ ഡയറക്റ്റ് വാല്യൂ കിട്ടി. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെ കിട്ടും. ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. കണ്ടോ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് വാല്യൂവും ഡയറക്റ്റ് വാല്യൂവും തമ്മിൽ ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, ലിമിറ്റ് വാല്യൂ ഈസ് 12, ഡയറക്റ്റ് വാല്യൂ ഈസ് കെ, ഇക്വേറ്റിംഗ് ദാറ്റ് ഈസ് കെ എത്രയാണ് 12. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി 12 എന്ന് കിട്ടി. അടിപൊളിയാണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണം ഈ പ്രോബ്ലംസുകളൊക്കെ ചെയ്യാൻ. നമുക്ക് നല്ല രസകരമായിട്ട് ബോറടിക്കാതെ മാത്സ് പഠിക്കണം. ബോറടിക്കാതെ മാത്സ് പഠിക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മെത്തേഡായിരിക്കണം, അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്സുകളായിരിക്കണം, സിംപ്ലിഫിക്കേഷൻസുകൾ മനസ്സിലാക്കണം, ഏറ്റവും കുറച്ചുമായിരിക്കണം. അല്ലാതെ വാരി വലിച്ച് കുറേ എഴുതിയിട്ടൊന്നും കാര്യമില്ല. വേണ്ടത് എഴുതുക, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ട് ഓരോ കുട്ടികൾ ഷെയർ ചെയ്യുക. ഇതേപോലെ ഇടയ്ക്കിടെയുള്ള ക്ലാസ് വരും. ഫുൾ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.